ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസായ സുക്കിമിച്ചി മോൾനെ ഫാൻസി സീസൺ 2 എപ്പിസോഡ് 13 ആണ്. ഈ എപ്പിസോഡ് തൊട്ട് അനിമയുടെ ഇൻട്രോ സോങ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള എപ്പിസോഡൊക്കെ അങ്ങോട്ട് കിട്ടില്ലായിരിക്കും. വീഡിയോ ആണെന്ന് എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടുതൽ കുറേ സമയങ്ങളെ നമുക്ക് വീഡിയോ പോകാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന അക്കാദമിയാണ്. അക്കാദമിയിൽ ഇപ്പോൾ ഒരു സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അക്കാദമി മൊത്തം ആ ഫെസ്റ്റിവലിന് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫെസ്റ്റിവലിൽ അക്കാദമിയിലുള്ള സ്റ്റുഡൻസിനൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ജയിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ജോലിയും കിട്ടും. അതുകൊണ്ട് തന്നെ ഹീറോയുടെ സ്റ്റുഡൻസും കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു ജോബ് ഹണ്ടിങ് ഫെസ്റ്റിവൽ ആണല്ലേ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കഴിക്കുന്ന ഷീക്കി ഹീറോ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാസ്റ്റർ, ഫെസ്റ്റിവൽ ആയതുകൊണ്ട് കടയിൽ ആൾക്കാർ കൂടുതൽ വരും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സപ്ലൈക്ക് വേണ്ടി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് ഷീക്കി പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ലൂട്ട വരുന്നു. വാക്കോട്ടെ, ഈ ഫെസ്റ്റിവൽ നീ എൻ്റെ കൂടെ വാ എന്ന് അവൻ വിളിക്കുന്നു. നിനക്ക് ടോമയുടെ മീയുടെ കൂടെ പോയാൽ പോരെ എന്ന് ഹീറോ ചോദിക്കുന്നു. അതൊന്നും ശരിയാവത്തില്ല, അവരുടെ ഒരു ഭയങ്കര ബോറ എന്ന് ലൂട്ട പറയുന്നു. എന്റെ കടയിലെ ജോലി കാരണം ഞാൻ നല്ല രീതിക്ക് ബിസി ആയപ്പോൾ നീയുമായിട്ട് വരാനൊന്നും എനിക്ക് സമയമില്ല എന്ന് ഹീറോ പറയുന്നു. ശരി, ഞാൻ തന്നെ ശല്യം ചെയ്യുന്നൊന്നുമില്ല, ഞാൻ പോണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവനിനി ഫെസ്റ്റിവൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ് എന്തോ എന്ന് ഹീറോ പറയുന്നു. പാസ്റ്റ് അവർ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹീറോനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹോളി ചർച്ചിൽ നിന്ന് ഒരാൾ വരുന്നു. എന്റെ പേര് ഷിനൈ, ഞാനൊരു ടെമ്പിൾ പ്രീസ്റ്റ് ആണ് എന്ന് പറയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്റെ പേര് കൊസിനോവ എന്ന് ഹീറോയും പറയുന്നു. നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലേ, അതൊരു കേസാണോ എന്നാ പ്രീസ്റ്റ് ചോദിക്കുന്നു. അത് ഏകദേശം ഒരു കേസ് പോലെ തന്നെ എന്ന് ഹീറോ പറയുന്നു. നിങ്ങളുടെ കടയിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് അവൻ പറയുന്നു. ഓ നല്ല കാര്യം, ആ ഗോഡ്സിന്റെ പ്രശ്നത്തിനല്ലേ വന്നേക്കുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഇവൻ വല്ല കാശിനും വേണ്ടി വന്നേയിരിക്കും, വെറുതെ ഒരു വള്ളി പിടിച്ചു വെക്കുന്നതിനാ ഒരു കാശ് കൊടുത്ത് തെറ്റില്ലാക്ക എന്ന് ഹീറോ ആലോചിക്കുന്നു. ഈ ഫെസ്റ്റിവലിൽ നിങ്ങളുടെ കടയിലുള്ള സപ്ലൈ ഒക്കെ ഞങ്ങളുടെ ടെമ്പിൾ നോക്കിക്കോളും. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ മെഡിസിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് ഞങ്ങൾക്ക് പറയണം എന്ന് അവൻ പറയുന്നു. അല്ല, ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? എന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ എനിക്കെതിരെ ബിസിനസ് നടത്തില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് ഹീറോ ചോദിക്കുന്നു. വിശ്വാസമല്ലേ എല്ലാം എന്നാ ഷിനൈ പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബിഷപ്പ് പെട്ടെന്ന് തന്നെ മരിച്ചുപോയി, ഉറപ്പായിട്ടും അവനെ കൊന്ന റോണായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹ്യൂമനോട് എക്സ്പെരിമെന്റും ടെമ്പിളിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. ശരി, ഞാൻ നിങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം, അതുപോലെ ഞാൻ എന്റെ പ്രൊഡക്ഷൻ മെത്തേഡ് പറഞ്ഞുതരാം എന്ന് ഹീറോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ടെമ്പിളിലോട്ട് വന്നാൽ മതി എന്ന് അവൻ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ടെമ്പിളിൽ ചെല്ലുന്നതാണ്. ആ നാശം പിടിച്ച ഗോഡ്സിന് ഇത്രയും വലിയ ടെമ്പിളൊക്കെ എന്ത് കാര്യത്തിനാണോ എന്തോ എന്ന് ഹീറോ ആലോചിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ആ ഗോഡ്സ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്കെല്ലാം കാര്യത്തുള്ള ഗോഡ്സിന്റെ തനി സ്വഭാവം എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ആ ചർച്ചിലെ മെയിൻ പ്രീസ്റ്റസിനെ മീറ്റ് ചെയ്യുന്നതാണ്. ഹീറോ അവർക്ക് മര്യാദ കൊടുത്താണ് നിൽക്കുന്നത്. ടെമ്പിൾ പറയുക അനുസരിക്കാൻ തയ്യാറായാലും ഞങ്ങൾ ഇങ്ങനെ അഭിനന്ദിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സംസാരിക്കാൻ പറ്റാത്ത അസുഖം ഞങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ആ കേസ് ഞങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ പ്രീസസ് അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട ഹീറോ ആ പ്രീസസിനെ നോക്കി നിൽക്കുവാണ്. പ്രീസസിന്റെ അടുത്ത് ഇങ്ങനെ മര്യാദയില്ല തലവൊക്കെ നോക്കാനൊന്നും പാടില്ല എന്ന് അവൻ പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ, അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഹീറോ പറയുന്നു. എന്നിട്ട് ഹീറോ അവർക്കെല്ലാവർക്കും മെഡിസിൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഷിനൈൻ ഹീറോനെ വിളിച്ചോണ്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര നാളായി മെർച്ചന്റ് ആയിട്ട് എന്ന് അവൻ ചോദിക്കുന്നു. അത് ഒത്തിരി ഒന്നും ആയിട്ടില്ല, ഒരു 3 വർഷം എന്ന് ഹീറോ പറയുന്നു. അതെങ്ങനെ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ ഇത്രയും ഡെവലപ്പ് ആയി എന്ന് അവൻ ചോദിക്കുന്നു. റംറാൻ ജാമയുടെ ഓണറിന്റെ ഫ്രണ്ടാണ്, അവരാണ് എനിക്ക് കുറെ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്ന് ഹീറോ പറയുന്നു. എന്നാൽ അവർ ടെമ്പിളോട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. എന്തായാലും നിങ്ങളെങ്കിലും സമ്മതിച്ചല്ലോ എന്ന് അവൻ പറയുന്നു. അയാളുടെ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ അയാളുടെ ഗോഡ്സിനുള്ള വിശ്വാസം പോയി കാണും എന്ന് ഹീറോ ആലോചിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ മക്കളെ നിങ്ങൾ നല്ല രീതിക്ക് നോക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. ഇവനെങ്ങനെ എന്നെ പറ്റിയൊക്കെ അറിയാം, എന്നെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവന്മാർ കളക്ട് ചെയ്യണമെന്ന് തോന്നുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയും ഷീക്കും കൂടെ അവിടെ നിന്ന് പോകുന്നു. ഹീറോയും ഷീക്കി അവിടെ നിന്ന് പോയതിനു ശേഷം അവൻ പ്രീസസ് അങ്ങോട്ട് വരുന്നു. അവൻ പറഞ്ഞ പ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാൻ വേണ്ടി വെറും 50% മാത്രമേ ചാൻസ് ഉള്ളൂ. നമ്മളത് ചെയ്യുന്നതിൽ സക്സസ് ആയാലും നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ നല്ല രീതിക്ക് കാശാവും. അതുപോലെ ഇത് കൊസിനോവിനെക്കാട്ടി 100 മടങ്ങ് വിലയെ നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ പ്രൊഡക്ഷൻ മെത്തേഡ് അത്ര സിമ്പിൾ ഒന്നുമല്ല എന്ന് അവളുള്ളവർ പറയുന്നു. ഇത് കേട്ട ഷീനെ ഷോക്കാവുന്നു. ഞാൻ അവന്റെ മൈൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു, എന്നാൽ അവന് സിമ്പിൾ ആയിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു. അവനെ കാണാൻ ഒരു പാവം പോലെയൊക്കെ തോന്നും, എന്നാൽ അവൻ അത്ര ഇന്നസെന്റ് ഒന്നുമല്ല എന്നാ പ്രീസസ് പറയുന്നു. പിന്നെ കളിക്കുന്ന ഹീറോയുടെ കടയാണ്. ലിസാർഡ് മാനെ വരെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോപ്പിക്കാൻ പറ്റുമോ എന്ന് ജിന്നി ചോദിക്കുന്നു. അതൊക്കെ എനിക്ക് നിസ്സാരം എന്ന് ഐറിസ് പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നു. അവൾ എത്ര നേരം ഇങ്ങനെ വായ തോന്നിക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് എന്ന് ഹീറോ ചോദിക്കുന്നു. നിനക്ക് ഞാൻ പഴത്തിന്റെ ജ്യൂസ് തരാം എന്ന് ഹീറോ പറയുന്നു. പഴത്തിന്റെ ജ്യൂസാ, എങ്കിൽ ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ അക്കോയെ ഹീറോയുടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് കുറച്ച് പവർഫുൾ ആയ മാച്ച് സ്പെല്ലൊക്കെ പറഞ്ഞു തരുമോ എന്ന് ജിന്നി ചോദിക്കുന്നു. അത്രേ ഉള്ളൂ, അതൊക്കെ നിസ്സാര കാര്യമാ എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഷീക്ക് അവളെ തൂക്കുന്നു. നിന്നോട് കട നോക്കാനല്ലേ പറഞ്ഞേ, നിന്നോട് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞോ ഞാൻ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ എന്ന് അവൾ പറയുന്നു. ആ പഴത്തിന്റെ ജ്യൂസ് എനിക്കും വേണം മാസ്റ്റർ എന്ന് അവൾ പറയുന്നു. ഇതാണ് എന്റെ പണിഷ്മെന്റ്, നിനക്ക് പഴത്തിന്റെ ജ്യൂസ് ഒന്നും ഇല്ല എന്ന് ഹീറോ പറയുന്നു. പിന്നെ ജിന്നെ, ബാക്കിയുള്ളവർ അറിയാതെ സീക്രട്ട് ആയിട്ട് നീ കുറെ സ്പെല്ലൊക്കെ പഠിക്കുവാണെങ്കിൽ നീ എന്റെ ക്ലാസ്സിലോട്ട് വരണ്ട, മനസ്സിലായ എന്ന് ഹീറോ പറയുന്നു. യെസ് സാർ എന്ന് അവൻ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ഹീറോയ്ക്ക് അവനെ കുറെ പേര് ഫോളോ ചെയ്യുന്ന നേരം മനസ്സിലാവുന്നു. തൽക്കാലത്തേക്ക് നോർമലായിട്ട് തന്നെ ഇരിക്കാം എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നിട്ട് ഹീറോ ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് പോകുന്നു. പെട്ടെന്ന് ഹീറോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അസാസിൻ ഗിൽഡിൽ ആളുകൾ വരുന്നു. എന്നാൽ ഹീറോ അവന്റെ മാനാമാറ്റർ യൂസ് ചെയ്ത് അവരെല്ലാം പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു അസാസിൻ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും ഹീറോനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അല്ല, ഈ അസാസിൻ അല്ലേ അന്ന് തന്നെ ടീച്ചർ എക്സാമിന് വന്ന് അറ്റാക്ക് ചെയ്ത് എന്ന് ഹീറോ ആലോചിക്കുന്നു. അന്ന് ഞാൻ ചെയ്തതിന് നീ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇത് ഗ്രേറ്റർ ഡ്രാഗർ മിഡ്സുയുടെ സ്കെയിൽ ചെയ്തേക്കുന്ന ഡ്രാഗറാണ്, ഈ പ്രാവശ്യം നിന്നെ കൂടി നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ അറ്റാക്ക് ചെയ്യുന്നു.
എന്നാൽ ഹീറോയ്ക്ക് മാനാമാറ്റർ ഉള്ളതുകൊണ്ട് അവന്റെ അറ്റാക്ക് ഹീറോയ്ക്കൊന്നും തന്നെ പറ്റുന്നില്ല. എന്നാൽ ഹീറോയുടെ ഒറ്റ അറ്റാക്ക് തന്നെ അവർ ബോധം പോകുന്നു. ഇവന്മാർ ഇങ്ങനെ തന്നെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഹീറോ അവരെ എന്തോ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ ആ റോഡിൽ കൂടെ വീണ്ടും നടന്നു പോകുന്നതാണ്. ഇവന്മാരുടെ മൂഡ് മൊത്തം കളഞ്ഞ് എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഡെമി പ്ലെയിൻ ആണ്. ഹീറോയുടെ ആരോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ടോമോ വരുന്നു. യങ് മാസ്റ്റർ, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. യങ് മാസ്റ്റർ ഇത്ര പെട്ടെന്ന് ഡെമി പ്ലെയിൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ടോമോ പറയുന്നു. ഈ ഡെമി പ്ലെയിൻ ഇപ്പോൾ വെതർ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത റിസർച്ചിനനുസരിച്ച് ഈ സ്ഥലത്ത് മിസ്റ്റേറ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ ജപ്പാനിലുള്ള അതേ വെതർ തന്നെ ഇവിടെ വരും. എന്നാൽ ഈ സ്ഥലത്ത് ഒരു ഡീമൺ ഫോർട്രസ് ഉണ്ട്. ആ സ്ഥലത്ത് നമ്മളൊരു മിസ്റ്റേറ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ ഡീമൺസ് ഒക്കെ നമ്മൾ എനിമീസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ എന്ന് ടോമോ പറയുന്നു. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, അതുവരെ നീ ഒന്നും ചെയ്യണ്ട എന്ന് ഹീറോ പറയുന്നു. പിന്നെ കളിക്കുന്ന ഫെസ്റ്റിവൽ ഡേ ആണ്. ഓ, അപ്പോൾ ഇതാണല്ലേ റോസ് കാർഡ്, ഈ സ്ഥലം കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ മിയൻ ടോമയും കൂടെ ആ സ്ഥലമൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ഒന്നും നല്ല രീതിക്ക് താമസിച്ചാണ് എണീക്കുന്നത്. സോറി ഷീക്ക്, ഞാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറഞ്ഞ ഹീറോ അങ്ങോട്ട് വരുന്നു. അതൊന്നും കുഴപ്പമില്ല മാസ്റ്റർ എന്ന് ഷീക്ക് പറയുന്നു. കടയിൽ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. നോക്കുവാണെങ്കിൽ ഹീറോയുടെ കടയിലേക്ക് നല്ല രീതിക്ക് തന്നെ ആളുകൾ തന്നെ ഉണ്ട്. ഒരു വലിയ ക്യൂ തന്നെ പുറത്തുണ്ട്. മാസ്റ്റർ, ഞാൻ നിങ്ങളെ നേരത്തെ വിളിക്കണമെന്ന് വിചാരിച്ചേ, എന്നാൽ ടോയും മിയോ ആണ് സമ്മതിക്കാഞ്ഞ് എന്ന് ഷീക്ക് പറയുന്നു. മാസ്റ്റർ ഉറങ്ങുന്നതാണ് എന്ത് രസമാ. മാസ്റ്റർ ഉറങ്ങട്ടെ, നീ മാസ്റ്ററിനെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നാൽ മതി എന്ന് അവർ ഷീക്കോട് പറഞ്ഞിട്ടാണ് പോയത്. അവർ രണ്ടും കൂടെ തന്നെ കറങ്ങാൻ പോയേക്കുവാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഹീറോയുടെ കടയുടെ ഫ്രണ്ടിലുള്ള ബോർഡിൽ ജാപ്പനീസ് എഴുതിയിരിക്കുന്ന കാര്യം ഒരു പെണ്ണും വായിച്ചു നോക്കുന്നു. അതുപോലെ അവിടെ എപ്പോഴത്തേക്കും പോലെ അലമുണ്ടാക്കുന്ന കുറെ കസ്റ്റമേഴ്സ് നിൽപ്പുണ്ട്. ഹീറോ പോയി അവരെല്ലാം ഡീൽ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന കുട്ടറ്റ്സു റെസ്റ്റോറൻ്റ് ആണ്. മിയൻ ടോമിയും ആദ്യമായിട്ടാണ് അവിടുത്തെ ഫുഡ് കഴിക്കുന്നത്. ഇവരുള്ള കുറെ ഡിഷിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലുള്ള ചില ഡിഷൊക്കെ എനിക്കും ചെയ്യാൻ പഠിക്കണം എന്ന് മിയ പറയുന്നു. അവളുള്ള ബാക്കിയുള്ളവരും അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ, ഈ ക്രീമിൻ്റെ കൂടെ മയോണൈസ് കൂടെ ചേർത്ത് കഴിച്ചോട്ടെ എന്ന് ഷീക്ക് ചോദിക്കുന്നു. ക്രീമും മയോണൈസോ ഇതെന്ത് കോമ്പിനേഷനാ എന്ന് ഹീറോ ആലോചിക്കുന്നു. അതൊക്കെ നീ ഇഷ്ടം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് ഹീറോ പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഗ്ലോറിയ വരുന്നു. ഇന്ന് കുറേ അധികം കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ താമസിച്ചേ. എന്റെ സിസ്റ്റർ ഇവയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഗ്ലോറിയ പറയുന്നു. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എല്ലാ സ്റ്റുഡൻസും അവരെ കൊണ്ട് വരുന്ന ബെസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അവരെല്ലാവരും മാച്ച് കാണാൻ വേണ്ടി എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് എന്ന് അവരെല്ലാവരും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി അവരുടെ മാച്ചൊക്കെ കാണാം എന്ന് ഹീറോ പറയുന്നു. ഉറപ്പായിട്ടും എന്റെ മാസ്റ്റർ പഠിപ്പിച്ച പിള്ളേർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് അവരോടും പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയുടെ കടയുടെ ഫ്രണ്ടിലെ ബോർഡ് നോക്കിക്കൊണ്ടിരുന്ന ലേഡിനെയാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പീസസിനെ കടത്തിക്കൊണ്ട് വന്നേക്കുന്നത്, മര്യാദക്ക് അവരെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാൽ ലേഡി പറയുന്നു. ഞങ്ങളൊന്നും അവരെ കടത്തിക്കൊണ്ട് വന്നതൊന്നുമല്ല, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹീറോ ഹിബിക്കിലൂടെ അവർ നിൽക്കുന്നത് എന്ന് ലീമിയുടെ കിങ് പറയുന്നു. പ്രീഷറിൽ ഓടുക്കുന്നതിന് എത്ര പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലേഡി പറയുന്നു. ഞങ്ങളൊന്നും നിങ്ങളുടെ പ്രീസസിനെ കൺട്രോളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ആൾക്കാരെ അവരോട് നിർത്തിക്കോ. നിങ്ങളുടെ പ്രീസസ് ഞങ്ങളുടെ ഹീറോ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും എന്ന് കിങ് പറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാന പ്രീസസ് ആണ്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ അഹാൻ അവിടെ നിന്ന് പോകുന്നു. ഈ പ്രീസസ് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുവായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് കിങ് ആലോചിക്കുന്നു. ഈ എംപയർ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ കിങ് ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന റെസ്റ്റോറന്റ് ആണ്. അവിടെയുള്ള എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പോയിസൺ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്നിട്ട് ഹീറോ അവരോട് പോകുന്നു. ഈ മണ്ടന്മാർക്ക് ഒരു മാനേഴ്സ് പോലും ഇല്ല എന്ന് പറഞ്ഞ ലില്ലി ഹീറോനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് മെയിനായിട്ട് ഫൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നെ കൊണ്ട് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.